ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഹാപ്പി ആണല്ലോ അല്ലേ? നല്ല വിശേഷം. ഓക്കെ, ഹാപ്പിയാണ്. അപ്പോ കൂടുതൽ പേര് മോർണിംഗ്. വീഡിയോയിൽ ഹാപ്പിയാണ്. കാരണം ഇന്ന് ഒരു നമ്മുടെ അടിപൊളി ക്ലാസ് ആണ് അല്ലേ? നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഈ ഒരു ടൈം ഈ ഒരു ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്താല്. നിങ്ങൾക്ക് പുതിയ ആളുകൾ ഉണ്ടാവാം, പഴയ ആളുകൾ ഉണ്ടാവാം. പഴയ ആളുകൾക്ക് ഒന്നും കൂടെ ഒരു അറിവിൽ കുറച്ചും കൂടെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ടാവാനും, അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാനും, പുതിയ ഒരു നല്ലൊരു അറിവ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് ഫുൾ അലേർട്ടായിട്ട് ഒരു പെന്നൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ആകർഷണ നിയമത്തെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാന്നല്ലേ? നമ്മുടെ ജീവിതം അല്ലെങ്കിൽ എങ്ങനെയാണ് ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്ക് അറിയുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ജീവിതത്തിൽ വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ അച്ചീവ് ചെയ്യുന്ന ഒരുപാട് ആൾ. അതുപോലെ തന്നെ എന്നാൽ ഇത്രയും നല്ല ഒരു ടെക്നിക്ക്, ഇത്രയും നല്ല ഒരു സംഭവത്തെ അറിയാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്ത ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ കാരണം ഒരാൾക്ക് മാറ്റം ഉണ്ടാവുന്നെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു നന്മ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളിലേക്ക് നല്ല റിസൾട്ട് വരാനായിട്ടും നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോ ആകർഷണ നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയുന്ന കാര്യമാണ്. അതായത് റോണ്ടാവൺ പറയുന്നുണ്ട്, നമ്മൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കും എന്നാണ്. ഞാൻ എന്താണോ നിരന്തരം എന്റെ ജീവിതത്തിൽ ചിന്തിച്ചു കൂട്ടിയത്, അപ്പൊ അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുക. അത് ഇനി നെഗറ്റീവ് തോട്ടാണെങ്കിലും പോസിറ്റീവ് തോട്ടാണെങ്കിലും നമ്മുടെ ചിന്ത എന്താണോ അതാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള, അപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പണ്ട് കാലം മുതലേ ഇത് അറിയുന്ന ആളുകൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ ഇപ്പം ഒരുപാട് ആളുകൾ, നമ്മളെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പല ആളുകളും ലോ ഓഫ് അട്രാക്ഷനിലൂടെ പല റിസൾട്ടുകളും നേടിയെടുത്ത ആളുകളാണ്. ഓക്കെ, നമുക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പൊ എനിക്കൊരു കാർ വാങ്ങണം എന്നാണോ, വീട് വെക്കണം എന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉന്നത പഠനം കൈവരിക്കണം എന്നാണോ, നല്ല ജോലിയാണോ, എന്താണോ നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്, അതിലേക്ക് നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നിരന്തരം ആ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അത് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങൾ പോലും ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഒരുപാട് കഷ്ടതകൾ, നമുക്ക് കിട്ടിയില്ലല്ലോ, അയ്യോ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ EFT-യിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ മാറ്റിക്കൊണ്ട്, നമ്മുടെ ചിന്ത മാറ്റിയിട്ട് വെറുതെ ഇരിക്കല്ലോ കേട്ടോ. നമ്മള് പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരാള് എനിക്ക് പടച്ചോൻ ചോറ് തരും എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും, ജോലിക്കൊന്നും പോവില്ല. അവരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇയാൾക്ക് എല്ലാം കൊടുക്കുന്നത്. എന്നാൽ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാല് കൂട്ടുകാരെല്ലാരും കൂടെ കൂടിയിട്ട് ഇദ്ദേഹത്തെ റൂമിൽ അടച്ചിട്ടു.
നിനക്ക് പടച്ചോൻ ചോറ് തരും എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ആകരുത്. ലോ ഓഫ് അട്രാക്ഷൻ ആണ് എനിക്കെല്ലാം എന്നിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കല്ല വേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രചോദനവും ചാൻസുകളും നമ്മളിലേക്ക് അതിന്റെ അവസരങ്ങളും കൂടുതലായിട്ട് അട്രാക്ട് ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടോ സംസാരിക്കുന്നവര്. റുബീന മാം ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യും. ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മള് എന്താന്ന് വെച്ചാല് നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് സ്റ്റെപ്സുകൾ കൂടെ എടുക്കണം. നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റെപ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് പതിവിലും കൂടുതലായിട്ട് നമ്മൾ ഇതുവരെ എങ്ങനത്തെ ഒരു ഇഫേർട്ട് ആണോ എടുത്തിട്ടുള്ളത് അതിനേക്കാളും കൂടുതലായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോ നമ്മൾ പറയും ഇപ്പോ എന്താണ് നമുക്ക് ഇപ്പൊ ഞാൻ ഇന്ന് പറയണേ എനിക്കിപ്പോ 1 കോടി രൂപ എന്റെ കൈ കിട്ടണം. ഇത് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത് അതാ ഒരു ഇത്തിരി അഹങ്കാരം ആണ് അല്ലെ. അങ്ങനെയല്ല, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മിറാക്കുലസ് ആയിട്ടുള്ള നമ്മള് അമേസിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ ഡൗട്ട്ഫുൾ ആവരുത്. നമ്മൾ എനിക്ക് കിട്ടുവോ അങ്ങനത്തെ ഒരു തോട്ടല്ല. എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഉറച്ച ഒരു ഇന്റൻഷൻ അവിടെ വേണം. ഒരു നമ്മൾ പറയാറുണ്ടല്ലോ നീയത്ത് എന്ന് പറയും അല്ലെ. അവിടെ ഉറച്ച ഒരു എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വരും, ഞാനത് അനുഭവിക്കുന്നു എന്നുള്ള ആ ഒരു തോട്ട്, ആ ഒരു ഫീലിങ്സ് ഒക്കെ നമ്മളിലേക്ക് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. അത് പ്രോപ്പർലി യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ EFT എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അതുപോലെയുള്ള നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ പ്രോപ്പറായിട്ട് ഗൈഡൻസ് തന്നുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ്. അപ്പോ ഇന്നത്തെ ഈ സെഷനിൽ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു മാസ്മരിക ലോകത്തേക്ക് എങ്ങനെ അത് വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു അതിന്റെ ഡെപ്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ സെഷനിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട റഫീഖ് സാറിനെയും സ്നേഹത്തോടെ ആദരവോടെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. Thank you, Taslina ma'am. Thank you all for being here this amazing morning. Good morning to all. എന്റെ ശബ്ദം ഓക്കെ ആണല്ലോ അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? സ്വർണ്ണ യെസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പരമാവധി ആളുകൾ വീഡിയോയിൽ വരും കേട്ടോ. നിങ്ങൾ കണ്ട് സംസാരിക്കാൻ എല്ലാത്തിനകത്ത് ചെയ്യണം. പറ്റുന്നവർക്ക് വീഡിയോയിൽ വരും. അതും ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങൾ കാണുമ്പോൾ എന്തായാലും എല്ലാത്ത അട്രാക്ഷൻ ഫീൽ ചെയ്യും. സംസാരിക്കാനൊക്കെ അല്ലേ? കാണുന്നതാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുക പറഞ്ഞു കേട്ടില്ലേ? നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ? കാണുന്നത് നമ്മൾ അട്രാക്ട് ചെയ്യും, കേൾക്കുന്നത് പിന്നെ വരുള്ളൂ. പറഞ്ഞു കേൾക്കുന്നതൊക്കെ പിന്നെ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ കുറെ പാടാണ്. പക്ഷെ നിങ്ങളവിടെ വളരെ എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. നേരെ ഞാൻ നിങ്ങളെ കാണുകയാണ്, പേനയും ബുക്കൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ മുട്ടപ്പനായിട്ട് രാവിലെ കുളിച്ച് ഫ്രഷ് എനർജിയിലേക്ക് ഇരിക്കുമ്പോ വാവും, അവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കും കേട്ടോ. അവിടെയാണ് അട്രാക്ഷൻ സംഭവിക്കുക, എനർജിയിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഫീൽ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എത്രത്തോളം ആവേശത്തോടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് അറിയാലോ. അട്രാക്ഷൻ പുതിയ കാര്യമൊന്നുമല്ല. ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്ന ഒരു പക്ഷേ ആദ്യമായി കേൾക്കുന്ന ആളുകളെ വിചാരിക്കുന്നത് ഒരു പുതിയ കാര്യം, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം തൊട്ടേ ഉള്ള കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം തൊട്ടേ ഉള്ള കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ.
എല്ലാം ആകർഷിക്കപ്പെടുന്നുണ്ട് അല്ലെ? ആകർഷണം എല്ലായിടത്തും ഉണ്ട്. പരസ്പരം ആകർഷിക്കുക എന്നുള്ളത്, ഒരേപോലുള്ളത് ആകർഷിക്കുക എന്നുള്ളത് ബേസിക്കലി നമുക്കറിയാം. സയൻസിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഭൂഗുരുത്വാകർഷണം. ഭൂമി അതിന്റെ എന്ത് ഉള്ളോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മാഗ്നറ്റ് പോലെ എന്ത് ചെയ്യുന്നു? ആകർഷിച്ചുകൊണ്ടേ അതിന്റെ മധ്യഭാഗത്തേക്ക് അകത്തോട്ട് ഒരു പവർ, ഒരു ഫോഴ്സ്, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇതൊരു നിയമമാണ്. ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണ ഫലം എന്നതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ആ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം, പൊതുവെ ആളുകൾ ചർച്ച ചെയ്യാത്ത, പൊതുവെ ആളുകൾ വലിയൊരു ടോപ്പിക്കായിട്ട് എടുക്കാത്ത ഒരു വിഷയമാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്നാൽ എല്ലാവരുടെ ലൈഫിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെ? നമുക്കറിയാം പ്ലാനറ്റ്സ്, അല്ലെ, ഗ്രഹങ്ങള്, ഇവിടെയൊക്കെ എന്താണ് അതിന്റെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഒരുപാട് ഗാലക്സികൾ, കണ്ടെത്തിയതും അല്ലാത്തതുമായ എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു പ്രത്യേക ഫോഴ്സിലാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അതിന്റെ ഓർബിറ്റിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാന്തിക വലയമുണ്ട്. ഈ പ്രപഞ്ചം മൊത്തം ഒരു കാന്തിക വലയാണ്. നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് അറിയാതെ ആ കാന്തിക വലയം കൊണ്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും. നമ്മുടെ ആകർഷണ നിയമം, പൊതുവെ പറയുന്ന ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരേപോലുള്ളത് പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നത്. നല്ലത് നല്ലതിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. മോശം ആളുകളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? നമുക്കറിയാം, നമ്മൾ ചില ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരേപോലെ സ്വഭാവക്കാരായുള്ള ആളുകൾ എപ്പോഴും ഒരുമിച്ച് കാണും. അല്ലെ? എവിടെ പോയാലും ഒരേ സ്വഭാവക്കാരുള്ള ആളുകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അവർക്ക് പരസ്പരം പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആളുകള് എവിടെ ചെന്നാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുകയും പെട്ടെന്ന് ഗ്രൂപ്പ് ആവുന്നത്. നെഗറ്റീവുള്ള കാര്യമാണെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ഇനി പോസിറ്റീവ്, ഒരേപോലെ പോസിറ്റീവ് ചിന്തിക്കുന്ന ആളുകള് പെട്ടെന്ന് കണക്ട് ആവും. നമ്മൾ പോലും നമ്മൾ ഒരുപക്ഷെ അത്ഭുതപ്പെടും, അല്ലെ? എങ്ങനെ ഇത് കണക്ട് ആയത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളുകൾ തന്നെയാണല്ലോ ഇത്. ഞാൻ കുറെ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആളുകളാണല്ലോ ഇത്, അല്ലെ? നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊരു പ്രാപഞ്ചിക സത്യമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരേപോലുള്ള ഫ്രീക്വൻസി മാച്ച് ആവുക എന്നുള്ളതാണ്. അല്ലെ? നമുക്കറിയാം റേഡിയോ ഫ്രീക്വൻസി. ഉദാഹരണം എടുക്കാം, FM. നമ്മൾ കാറിൽ ഇപ്പൊ കൂടുതൽ വന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ FM, അല്ലെ, ന്യൂസ് കേട്ടോ, അല്ലെങ്കിൽ പാട്ട് കേട്ടോ, അല്ലെങ്കിൽ എന്റർടൈനിങ് ആയുള്ള കുറെ കാര്യങ്ങൾ കേട്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ശബ്ദങ്ങൾ, പരപര ശബ്ദങ്ങൾ, അല്ലെ? റേഞ്ച് കിട്ടില്ല. പറഞ്ഞോ? എന്താ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം? അവിടെ ഫ്രീക്വൻസി മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചാനൽ മാറ്റും, അല്ലെ? ഇങ്ങനെ നമ്മള് നിരന്തരമായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ചാനല്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി മാച്ച് ആണ്. അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി മാച്ച് ആവുമ്പോഴാണ് അത് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ഫോൺ ഇപ്പം സയന്റിഫിക് ആയിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ഫോണില് ഫോൺ നമ്പേഴ്സ് ഏതെങ്കിലും ഒരു ഡിജിറ്റ് മാറിക്കഴിഞ്ഞാൽ കിട്ടില്ല, അല്ലെ? ഇപ്പൊ എനിക്ക് 2 വർഷം മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടായി. എന്റെ സുഹൃത്തിന്റെ നമ്പർ നോക്കും, അതേ നമ്പർ, ഞാൻ അത്ഭുതപ്പെട്ടു. സെയിം ഫോൺ നമ്പർ, അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പൊ കുറെ ശ്രദ്ധിച്ചാലാണ് മനസ്സിലായത് ഒരു ഡിജിറ്റിൽ മാത്രമേ മാറ്റുള്ളൂ. പകരം
എന്റെ നമ്പറിന് പകരം അയാളുടെ നമ്പർ കൊടുത്തിരിക്കുകയാണ്. ഒരൊറ്റ ഡിജിറ്റേ മാറ്റുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു, എന്താണ് എനിക്ക് കിട്ടുന്നില്ല, അയാൾക്ക് കിട്ടുന്നുണ്ട്, എന്താ അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു ഡിജിറ്റ് മാറ്റമുണ്ട്. ഒറ്റ ഡിജിറ്റ് ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു മാറ്റം അറിയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. കാരണം എനിക്ക് വരേണ്ട മെസ്സേജ് ഒക്കെ അദ്ദേഹത്തിന് പോയി, എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് അയച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ കുറെ ചോദിച്ചപ്പം ഞാൻ എന്ത് ചെയ്തു, ഫോൺ നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു ഡിജിറ്റ് മാറ്റമുണ്ട്. എത്ര അയച്ചിട്ടും കാര്യമില്ല അല്ലെ, എത്ര കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, ആ ഫ്രീക്വൻസി അവിടെ മാച്ച് ആവുന്നില്ല. സംഭവം ഒരു നമ്പറേ മാറിയിട്ടുള്ളൂ. എല്ലായിടത്തും ഇതുപോലെയാണ്, ചെറിയൊരു മാറ്റം. നമ്മൾ ഒരുപാട് പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് പോസിറ്റീവായി ഞാൻ ചിന്തിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച മാറ്റം എന്റെ ലൈഫിൽ ഉണ്ടാകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? സാറേ, ഞാൻ ഒരുപാട് പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്, ഒരു സ്പീഡില്ല, കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, വിചാരിച്ച പോലെ മാറ്റം വരുന്നില്ല, ഞാൻ എന്താ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയില്ല. തോന്നി ആരെങ്കിലും ഉണ്ടോ? എന്താ ഞാൻ ഇങ്ങനെ, എനിക്കൊരു സ്പീഡ് കിട്ടുന്നില്ല, ഞാൻ കുറെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മാറ്റം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 90% ഓക്കെ ആയിരിക്കും. പക്ഷെ എവിടെയോ ഒരു പോയിന്റിൽ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏതോ ഒരു ഡിജിറ്റ് മാറിയിട്ടുണ്ടാവും, എവിടെയോ ഒരു ഡൗട്ട് കയറിയിട്ടുണ്ടാവും, എവിടെയോ ഒരു പ്രശ്നമുണ്ടാവും, നിങ്ങളുടെ ചിന്തയിൽ കണക്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് എവിടെയോ സംഭവിച്ചിട്ടുണ്ടാകും. അതൊരു മെമ്മറി ആയിരിക്കാം, അത് ഇഷ്ടമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അത് ഉള്ളിൽ കടന്നിങ്ങനെ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പലപ്പോഴായിട്ട് സംഭവിക്കാറുണ്ട്. അവിടെയാണ് ഫ്രീക്വൻസി മാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു, ഫ്രീക്വൻസി മാച്ചസ് അട്രാക്ഷൻ ഹാപ്പൻസ് അല്ലെ. എപ്പോഴാണോ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നത് അപ്പോൾ അട്രാക്ഷൻ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നം നിങ്ങളുടേതല്ല, ആഗ്രഹിച്ച കാര്യം നടക്കാത്തത് കൊണ്ടുമല്ല, ആഗ്രഹിച്ച കാര്യം നടക്കാത്ത കാര്യമായതുകൊണ്ടുമല്ല, അത് നിങ്ങളുടെ പ്രശ്നവുമല്ല. നമ്മൾ വിചാരിച്ചു അത് എന്റെ പ്രശ്നമാണ്, അത് അവരുടെ പ്രശ്നമാണ്, അത് ഫ്രീക്വൻസി മാച്ച് ആവാത്ത പ്രശ്നമാണ്. അതാണ്. ക്ലിയർ അല്ലേ? അതൊരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതൊരു വ്യക്തിയുടെ കുഴപ്പമല്ല. ഒരാൾ വിചാരിച്ചിട്ട് നന്നാവുന്നില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ കുഴപ്പമായിട്ട് പറയരുത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ആ വ്യക്തിയുടെ കുഴപ്പമല്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല, അത് ഒരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കരുത്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ ഓക്കെയാണ്, പക്ഷെ നിങ്ങളുടെ ഫ്രീക്വൻസിയിൽ എവിടെയോ ഒരു മാറ്റം വരുത്താനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ചിന്താ രീതിയിൽ എവിടെ ഒരു മാറ്റം വരുത്താനുണ്ട്. ഏതോ ഒരു ഡിജിറ്റ് പ്രശ്നമുണ്ട്, എവിടെയോ ഒരു വൈറസ് കയറിയിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ആകുന്നത്. അപ്പോ ഇവിടെ നമ്മൾ അതായിത്തീരും. നമ്മൾ ക്ലിയർ ചെയ്ത് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആ പ്യൂരിറ്റിയിലേക്ക്, നമ്മൾ എന്താണോ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അതായിത്തീരുന്ന ഒരു അവസ്ഥ വരും. അവിടെയാണ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. ക്ലിയർലി? നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് തന്നെ, നമ്മുടെ ചിന്തകൾ തന്നെയാണ്. തോട്ട്സ് ആൻഡ് എനർജി എന്നുള്ളതാണ്. നമ്മളെ ചിന്തകൾ, ഈ പ്രപഞ്ചം മൊത്തം എനർജിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ പ്രപഞ്ചം മൊത്തം എനർജിയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എനർജിയാണ്. ഈ എനർജിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് എങ്ങനെ വർക്ക് ചെയ്യാം, നമുക്ക് വേണ്ടത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് സംഭവിക്കുന്നത് നമ്മുടെ തോട്ട്സിലൂടെയാണ്, നമ്മുടെ ചിന്തകളിലൂടെയാണ്. അതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ആ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോ അത് എനർജി ആയിട്ട് പുറത്തോട്ട് എമിനേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എനർജി ആയിട്ട് ഒഴുകും. ആ എനർജി എന്ത് ചെയ്യും? പോസിറ്റീവായുള്ള ശക്തമായുള്ള എനർജി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അതുമായി കണക്ട് ചെയ്യുന്ന എനർജി ഫ്രീക്വൻസി എവിടെയുണ്ടോ അതുമായിട്ട് മാച്ച് ചെയ്യും.
അത് നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് നമ്മൾ പോലും അറിയാത്ത മാർഗങ്ങളിലൂടെ പലപ്പോഴും അട്രാക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ പ്രവർത്തിക്കുന്നു? ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഒരുപോലുള്ളത് ആകർഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നുള്ളത് ഒരുപോലുള്ളത് ആകർഷിക്കും. അപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബെൻസ് കാറ് വാങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തും ആഗ്രഹിക്കാം, ഒരു തെറ്റുമില്ല. എത്രയും ആഗ്രഹിക്കാം, എന്തും ആഗ്രഹിക്കാം. പക്ഷെ ആഗ്രഹിക്കുന്നതിന് ക്ലാരിറ്റി ഉണ്ടാവണം, അല്ലെ? അപ്പൊ ഒരു കാറ് വാങ്ങണം നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ കാർ എന്ത് ചെയ്യുന്നു? കാറിന് നല്ലൊരു ഫീലോട് കൂടെ നമ്മൾ ആ ചിത്രം മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് എത്രത്തോളം ക്ലാരിറ്റിയിൽ നമ്മൾ അത് കാണുന്നു, വിഷ്വൽ ചെയ്യുന്നു, അത് ഫീൽ ചെയ്യുന്നു, അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ കാറ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പം ആ കാറ് കിട്ടിയാലുള്ള അനുഭവം എന്താണോ, മനസ്സിലായോ നിങ്ങൾക്ക്? ആ കാറ് നമ്മുടെ കയ്യിൽ കിട്ടിയാലുള്ള അനുഭവം എന്താണോ, അതേ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതാ ലൈക്ക് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് ഒരാൾ പറയാണ്, നിങ്ങളിപ്പോ കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് ആ കാറ് കാണാൻ കഴിയുമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഉദാഹരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാർ ഇപ്പൊ നിങ്ങൾ കണ്ണ് തുറന്നാൽ കാണുമെന്ന് ഒരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം എന്നുള്ളത്. മനസ്സിലായോ? അത് ഉള്ളിൽ കാണാൻ കഴിയണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ, അത് റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ളിൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ അത് കാണും. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്തോണ്ട് കാണും, വെറുതെ ചെയ്തോണ്ട് കാണൂല. ഉള്ളിൽ നമുക്ക് ഡൗട്ടാണ്, അല്ലേ? ഡൗട്ടല്ലേ നമ്മുടെ പ്രശ്നം? എന്താണ്? ഒരാൾ പറഞ്ഞു ഡൗട്ടാണ്, അത് നടക്കുവോ, ഇതൊക്കെ സാധിക്കുമോ, അല്ലെ? ഡൗട്ട് വരും. കാരണം ഇവിടുന്ന് വന്നതാ ഡൗട്ട്. കാലങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. നമ്മൾ കുറെ ഓർമ്മകൾ, കുറെ അനുഭവങ്ങൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും അത് നടക്കുവോ ഇല്ലേ, നടക്കുവോ ഇല്ലേ, നടക്കുവോ ഇല്ലേ, ഈ ചിന്തയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നടക്കാത്തതൊന്നും ഇല്ല. പിന്നെ എന്താ എന്റെ ജീവിതത്തിൽ നടക്കാത്തത്? അത് എന്റെ ഉള്ളിൽ ഞാൻ നടക്കുമെന്ന് ആ നടക്കുന്നത് ഉൾക്കൊള്ളുന്നില്ല. അത് മനസ്സിന്റെ വിശാലതയാണ് കേട്ടോ. എങ്ങനെ? ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? മനസ്സിന്റെ വിശാലതയാണ്. മനസ്സിത് ഉൾക്കൊള്ളണം. ചെറിയ പാത്രത്തില്, അല്ലെ, ചെറിയൊരു ചായപാത്രത്തിൽ ബിരിയാണി വെക്കാൻ പറ്റുമോ? ചെറിയൊരു ചായപാത്രത്തിൽ ഒരിക്കലും ബിരിയാണി വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ചെറുതാണ്. അപ്പൊ അതിൽ എത്ര കൊള്ളുക? നിങ്ങൾക്ക് ചെറിയ ചായ വേണം, ഓക്കെ. അല്പം കഞ്ഞി വേണം, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം വേണം, ചെറിയ പാത്രം ഒക്കെയാണ്. നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അതിന് വലിയ പാത്രം തന്നെ സെറ്റ് ചെയ്യണം. ഉള്ളിൽ ആ വലിയ പാത്രം പോലെ വിശാലത മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? എത്രത്തോളം അകത്ത് വിശാലതയുണ്ടോ, എത്രത്തോളം മനസ്സ് വിശാലമാണോ, എത്രത്തോളം നിങ്ങളുടെ മനസ്സാകുന്ന പാത്രത്തിന് വലിപ്പമുണ്ടോ, അത്രത്തോളം അതിൽ ഉൾക്കൊള്ളുമെന്നുള്ളതാണ്. അപ്പോ പുറമെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങളിൽ അത് ഉണ്ടായതായിട്ട് കാണുന്നതും ഒരേപോലെ ആകുമ്പോ, അല്ലെ, എനിക്കത് ലഭിച്ചു, അത് നടന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തുമ്പോ അത് സംഭവിച്ചിരിക്കും. ഇതിൽ മാജിക് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഇല്ലാത്ത മാജിക് ആണ്, ഇല്ല. ഇത് നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ്. സംഭവിച്ചിരിക്കും. നിങ്ങൾക്കത് വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കത് എത്രയും പെട്ടെന്ന് വേണമെന്നുണ്ടോ? എത്ര പേർക്ക് എത്രയും പെട്ടെന്ന് വേണമെന്നുണ്ട്? ടൈപ്പ് ചെയ്യും. കുറെ കാലമായി സാറേ, ഇനിയിപ്പോ അത് പറഞ്ഞാണത് കാര്യമില്ല, എത്രയും പെട്ടെന്ന് നേടണം, അല്ലേ?
എത്ര കാലമായി, ഇനിയും നീട്ടി വെക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് നേടണം, എത്രയും പെട്ടെന്ന് വേണം, എത്രയും പെട്ടെന്ന് വേണം. ഇവിടെ ഒന്നായിട്ട് വാരിക്കോരി കൊടുക്കുന്ന പോലെ ചാറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ്. ഏതെടുത്താലും 10 രൂപ എന്ന് പറഞ്ഞോടത്ത് ഓടിക്കയറുന്നത് പോലെ അല്ലേ? ഏതെടുത്താലും 10 രൂപ എന്ന് പറഞ്ഞിടത്ത് ഓടിക്കയറുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ആർക്കെങ്കിലും സ്വഭാവം ഉണ്ടോ? ഏതെടുത്താലും 10 രൂപ, ഏതെടുത്താലും 10 രൂപ എന്ന സ്ഥലത്ത് ഓടിക്കയറുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല എന്നാട്ടോ. കാരണം നിങ്ങൾ ദാരിദ്ര്യം പിടിച്ച ചിന്തയിലാണ് ജീവിക്കുന്നത്, അല്ലെ? ക്വാളിറ്റി ഉള്ള, ഗുണമുള്ള നീ 10 രൂപയ്ക്ക് സാധനം വാങ്ങണ്ട എന്ന് അർത്ഥമല്ലോ. അത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ വാങ്ങാം. പക്ഷെ എപ്പോഴും ഓഫർ തരിക, എപ്പോഴും ചീപ്പ് മാത്രം തരിക. കാരണം ഓൾറെഡി നിങ്ങളെ മനസ്സിൽ ഈ ചീപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? നിങ്ങൾ ചീപ്പാണെന്ന് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മൊത്തം ചീപ്പാവും. നിങ്ങളുടെ ഉള്ളിൽ റിച്ച് ആണെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് നിങ്ങൾ അട്രാക്ട് ചെയ്യും. ഇതാ ഞാൻ പറയുന്നത്, ഉള്ളിൽ എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഉള്ളിൽ എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് വർക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്. പല ആളും വിചാരിച്ചാൽ എന്തായാലും ആഗ്രഹിക്കുന്നത് ആകർഷിക്കും. ഒരിക്കലും ഇല്ല. ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതിന് കൂടെ ഒരു വാക്ക് കൂടെ ഉണ്ട്, ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കണം. അടുത്ത വാക്ക് എന്താ? അനുഭവിക്കണം. ആഗ്രഹിക്കുന്നത് ലഭിച്ചതായി നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കണം. ക്ലിയർ ആണോ? ഉള്ളിൽ സങ്കടവും പുറമെ ആഗ്രഹവും ഉണ്ടായതുകൊണ്ട് കാര്യം ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ അത് ഉണ്ടാവും, അത് മാറ്റം വരാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വരും, എന്നാലും പ്രശ്നമില്ല. ചിലപ്പോൾ സമയം വരും, പക്ഷെ ആവർത്തിച്ച് മനസ്സിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? ഉള്ളിൽ നമ്മൾ അതായി തീരണം. അതാണ് യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങൾ അതായി തീരും. ക്ലിയർ അല്ലേ? ആഗ്രഹമല്ല, അത് അനുഭവമാണ്. നിങ്ങളുടെ ഉള്ളിൽ അതായി തീരും. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. നേരെ ഓപ്പോസിറ്റ് ചിന്തകൾ വരില്ല. ഇനി വന്നാലും നിങ്ങൾക്ക് അത് പ്രശ്നം, അത് വന്ന് പോയിക്കോളും, നിങ്ങളത് മൈൻഡ് ചെയ്യൂല. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയൂ, നിങ്ങൾക്ക് അതേ കേൾക്കാൻ കഴിയൂ, നിങ്ങൾക്ക് അതേ സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ അങ്ങനത്തെ ആളുകൾ മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ, അങ്ങനത്തെ ചിന്തകൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ, അങ്ങനത്തെ ന്യൂസുകൾ മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ, അങ്ങനത്തെ വീഡിയോസ് മാത്രമേ യൂട്യൂബിൽ കാണുകയുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു കാര്യവും സ്ക്രോള് ചെയ്ത് കാണില്ല. കാരണം നിങ്ങൾക്കറിയാം എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഉള്ളിൽ അറിയാതെ അട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒരു ന്യൂസും ഒരു ചാനലും ഒരു സംഭവവും നിങ്ങൾക്ക് കാണാൻ തോന്നില്ല. കാരണം നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഉള്ളിൽ നിങ്ങൾ അറിയാതെ, നമ്മൾ അറിയാതെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ഇതെല്ലാം അറിയണ്ടേ? ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയണ്ടേന്ന് ചോദിക്കൂലേ? അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് അറിയാം, ഓക്കെ, അത് വിട്ടു. ആവശ്യമില്ലാതെ വീണ്ടും അതിന്റെ പിന്നാലെ പോയി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു മനസ്സിലാക്കി ഇതെല്ലാം നമ്മളെ ഉള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ലൈഫിൽ അട്രാക്ട് ചെയ്യും. അത് മനസ്സിലാക്കേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പറഞ്ഞപ്പോ എനിക്ക് 1 വർഷം മുന്നേ എന്നെ കണക്ട് ചെയ്ത ഒരു ക്ലയന്റിന് ഓർമ്മ വരികയാണ്. അവരുടെ ഒരു ബന്ധു നമ്മളെ കോഴ്സിൽ അറ്റൻഡ് ചെയ്താണ്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. 40 വയസ്സുള്ള സ്ത്രീയാണ്, ക്യാൻസർ പേഷ്യന്റ് ആണ്, കണ്ടാൽ വളരെ ബോൾഡാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, അവരൊരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു, മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അവർ കേൾക്കുമോ? നമ്മൾ പറഞ്ഞ അഫർമേഷൻസിനെ കുറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ. മാറ്റം വരുമോ ഞാൻ ചോദിച്ചു. അല്ല, എന്താണ്, ഇതൊക്കെ കേൾക്കുമോ? ട്രൈ ചെയ്ത് നോക്കട്ടെ. അവരെ മോളെ എന്നെ വിളിച്ചത്,
ഞാൻ അവരോട് ചോദിച്ചു എന്താണ് അവരുടെ സ്വഭാവം ചോദിച്ചു. അവർ കാര്യമായിട്ട് എന്തൊക്കെ വെറുതെ ഇരിക്കുക എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവരെപ്പോഴും യൂട്യൂബിലാണ്, അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട റിസർച്ചിലാവില്ലേ. മനസ്സിലായില്ലേ? അവരുടെ ഡോക്ടേഴ്സിന് പോലും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാം അവരുടെ രോഗത്തെ കുറിച്ച്. അറിയോ? അവരുടെ ഡോക്ടേഴ്സിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, സാറേ അത് ഇതല്ലേ, സാറേ അത് ഇതല്ലേ, സാറേ അത് ഇതല്ലേ. ഡോക്ടർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആ യൂട്യൂബ് കേട്ടിട്ടേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. മുഴുവൻ കാര്യങ്ങളും അറിയാം. ഞാൻ പറഞ്ഞു ഈ ഒരു സ്വഭാവം നിർത്തിയാലേ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ബോഡിയിൽ മാത്രമല്ല, മനസ്സ് ഫുള്ള് ക്യാൻസറാണ്. മൈൻഡ് മൊത്തം ക്യാൻസറാണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഇത് ഈ ഒരു എക്സാമ്പിൾ ആണ്. ഇത് അവരോട് പറഞ്ഞു കൊടുത്തു. അവര് എൻ്റെ അടുത്ത് വന്നിട്ടില്ല, എന്താ ചെയ്തത് പ്രാക്ടീസ് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ അറിയിച്ചു കൊടുത്തു, അവർ കോഴ്സിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് അവര് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി ചേഞ്ച് വരുത്തിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളത്. കാരണം ഉള്ളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ലൈഫിൽ പിന്നെ എന്റെ വിധിയാണ്, എന്റെ പടച്ചോൻ എന്നെ കൈവിട്ടു. നോ, എന്താ പടച്ചോൻ പറഞ്ഞത്? ദൈവം തമ്പുരാൻ പറഞ്ഞെന്താ? ഇവിടെ ഒരു മാംസപിണ്ഡം ഉണ്ടല്ലേ, അത് നന്നാവണം, അവിടെ ആവശ്യമുള്ളതേ കൊടുക്കാവൂ, പരാതിയും പരിഭവവും ഉണ്ടാവരുത്, നന്ദി ഉണ്ടാവണം, നല്ലത് ചിന്തിക്കണം, എപ്പോഴും നല്ലത് ചിന്തിക്കണം, സങ്കടങ്ങളും ദുരിതങ്ങളും ചിന്തിച്ചിട്ട് അതിനെ നാശമാക്കരുത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്തത് നിരന്തരമായിട്ട് ഉള്ളിൽ നിറച്ച് അവസാനം എന്റെ വിധിയാണ്, അല്ലടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിധി നിർണയിച്ചതാണ്. വിധി എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലമാണ്. നിങ്ങൾ ആവർത്തിച്ച് എന്താണോ ചിന്തിച്ചത്, എന്താണോ ഫീൽ ചെയ്തത്, എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിറച്ചത്, അത് മാത്രം ലഭിക്കുള്ളൂ. അതാണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഉള്ളിലുള്ളത് പുറത്ത് കാണും. അതാണ് ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്ത് കാണുക. ഉള്ളിൽ സങ്കടവും പുറത്ത് സന്തോഷം ഉണ്ടാവൂല. പുറമെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉള്ളിൽ സന്തോഷം കണ്ടെത്തണം. ആദ്യം മനസ്സിലാക്കുക, അത് ആവർത്തിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവിടെയാണ് ആ തോട്ട്സ് എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് ചിന്തകൾ എന്നെ കൊണ്ട് പറ്റും, സാധിക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞു നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ആ പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ പോസിറ്റീവായുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നു. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണക്ട് ചെയ്യും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ പറയുന്നത്? ലൈഫില് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും പരാതി പറയുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് പരാതി പറയൽ നിർത്തണം. മേലിൽ പരാതി പറയരുത്, അല്ലേ? അത് തെറാപ്പി എടുക്കുന്ന ആൾക്കാർ തെറാപ്പി സമയത്ത് പറയാട്ടോ, അത് വേറെ വിഷയം, അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഇത് പറയും തോറും ഇതെന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, സംശയമൊന്നുമില്ല. അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ്, വൈബ്രേഷൻ ആൻഡ് അലൈൻമെന്റ്. ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ ആണ്, അല്ലേ? ഹയർ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം എവറിത്തിങ് ഈസ് എനർജി എന്ന് നമ്മൾ പഠിച്ചു വരും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനർജിയാണ്. എനർജിയുടെ പ്രത്യേകത, എനർജി ഹാസ് ഫ്രീക്വൻസി, അല്ലെ? വേവ്സ് ആണ്, ഇങ്ങനെ വേവ്സ് ആണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം വേവ്സ് ആണ്, ഒന്നും സ്ഥിരമല്ല, എല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളും സ്ഥിരമല്ല, അല്ലെ? ഈ ഇരിക്കുന്ന ആൾ എന്നും ഇങ്ങനെ ഉണ്ടാവില്ല, നമുക്കറിയാം. നിങ്ങളും ഇല്ല, നമ്മളാരും ഒന്നും ഇവിടെ സ്ഥിരമല്ല. എല്ലാം വേവ്സ് ആയിട്ട് നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ സ്ഥിരമാണെന്ന്. പക്ഷെ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ മുടി വളരുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. മുടി വളർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ കാണുന്നില്ല. നമ്മളെ നഖം വളരുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം ഒരാഴ്ച നഖം വെട്ടിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നത്, അല്ലെ? പക്ഷെ ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. നമ്മളെ കണ്ണുകൾക്ക് ചില കാഴ്ചകൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. എന്നതുപോലെ ഈ സമയം ഒരുപാട് വൈബ്രേഷണൽ അലൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോഴും ഇവിടെ ഒരുപാട് വൈബ്രേഷൻ ചേഞ്ചസ് വരുന്നുണ്ട്.
അപ്പൊ ഹയർ വൈബ്രേഷനിലേക്ക്, ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയരുന്നു എന്നുള്ളതാണ്. ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും നന്ദിയുടെയും സന്തോഷത്തിന്റെയും ഫ്രീക്വൻസിയിലേക്ക്, അല്ലെ? അതാണ് പോസിറ്റീവ് തിങ്സ്, പോസിറ്റീവായുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് സമ്പത്ത് വേണം, ഹയർ ഫ്രീക്വൻസിയാണ്. സമ്പത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്താ? സന്തോഷമാണ്. നിങ്ങളിൽ എത്രത്തോളം സന്തോഷവും സ്നേഹവും സമാധാനവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സമ്പത്ത് വരൂന്നേ, സമ്പത്ത് വരും. കാരണം ഹയർ ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ സമ്പത്ത് പിന്നെ തേടേണ്ട ആവശ്യം പോലും ഇല്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതാണ് ഹയർ ഫ്രീക്വൻസി, അല്ലെ? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്ഥിരമായ അവസ്ഥയല്ല, അസ്ഥിരമാണ്. അത് മനസ്സിലായിക്കോളൂ. ഈ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞ് ആ സ്റ്റോറി എല്ലാവർക്കും അറിയാലോ, റിയാലിറ്റി. ഈ സമയവും കടന്നു പോകുമെന്ന്. അത് ഇപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം കടന്നു പോകാനുള്ളതാണ്. അങ്ങനെ ബുദ്ധിമുട്ട് എന്നുള്ള സ്ഥിരമായ അവസ്ഥയില്ല. രോഗം എന്ന അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ രോഗം എന്നുള്ള സ്ഥിരമായുള്ള അവസ്ഥയില്ല. ക്ലിയർ അല്ലേ? സ്ഥിരമായുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നൊരവസ്ഥയില്ല. എല്ലാം മാറും, എല്ലാത്തിനും മാറ്റം വരും. കാരണം ഓൾറെഡി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, അത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ ആളല്ല ഇപ്പോ. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള കോശങ്ങൾ, പല കോശങ്ങളും മരിച്ചു പോയിട്ടുണ്ട്. എത്ര പേർക്കറിയാം? ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പല പുതിയ കോശങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ തുറച്ചു നോക്കിയാൽ നിങ്ങൾ കാണൂല. ഇത് ബയോളജിയാണ്, അല്ലെ? ബയോളജി പഠിച്ച ആൾക്കാർക്ക് അറിയാം. കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒരുപാട് കോശങ്ങൾ പുതുതായി ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ. അതൊക്കെ വെറുതെ പറയാണ്, ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയാ? അവനൊരു വിവരമില്ലാത്ത ആളെന്നല്ലേ നമ്മൾ പറയാ. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. അതന്നെയാണ് അതിന്റെ രഹസ്യം. ഈ രഹസ്യത്തിലെ ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഈ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ മാറ്റം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നൊരു അവസ്ഥ ഒരിക്കലും സ്ഥിരമല്ല, ഇത് മാറിക്കൊണ്ടേയിരിക്കും. പോസിറ്റീവായിട്ട് എടുക്കും. ഇപ്പോൾ നിങ്ങൾ സുഖാവസ്ഥയിലാണെങ്കിൽ ദുഃഖം വരുമെന്ന് അങ്ങനെ അട്രാക്ട് ചെയ്യണ്ട കേട്ടോ. ചിലക്കാർ അങ്ങനെ ഉണ്ട്. എന്താണ്? എനിക്ക് ഭയങ്കര സുഖമാണ്, അതിനർത്ഥം എന്താ? എന്തോ ഒരു ദുരിതം വരാണ്ട്. അതൊരു ചിന്താ വൈകല്യമാണ്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് വെറുതെ ഇതൊന്നും നല്ലതിനല്ല, എന്തോ വരാനുണ്ട്, അതൊരു ചിന്താ വൈകല്യമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നന്മ വരാനുണ്ട്, എപ്പോഴും നല്ലത് വരാനുണ്ട്, അല്ലേ? എപ്പോഴും നല്ലത് വരാനുണ്ട്, അല്ലേ? നല്ലത് വരാനുണ്ട്. ഈ ഒരു ചിന്ത ആയിരിക്കും. അതാണ് ലോ ഓഫ് എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളാണ്, അല്ലെ? പ്രതീക്ഷകളാണ് നമ്മുടെ ലൈഫ്. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് ഇത്രയും ഫ്രഷ് ആയിരിക്കും. കാരണം എന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷ നമുക്ക് ആവശ്യമാണ്. ഈ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ, അല്ലെ? അതാണ് ലോ ഓഫ്, മൂന്നാമത്തെ കാര്യം, ബിലീഫ് ആൻഡ് എക്സ്പെക്ടേഷൻ. അത് മറ്റു ലോ ആയിട്ട് പറയാം, ലോ ഓഫ് എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകളുടെ നിയമം. അത് ലോ ആയിട്ട് പറയേണ്ട നിർബന്ധമൊന്നുമില്ല. ബിലീഫ് ആൻഡ് നമ്മൾ വിശ്വാസവും പ്രതീക്ഷകളുമാണത്. വിശ്വാസവും പ്രതീക്ഷകളുമാണത്. അതെന്താ? കുറെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറെ ആക്ഷൻ എടുക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കാതെ ഇരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ കുറെ ചിന്തിക്കുമ്പോൾ, കുറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പല കാര്യങ്ങളും പ്രവർത്തിക്കും. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ മടി ഉണ്ടാവില്ല. വലിയ ഗോളുകൾ സെറ്റ് ചെയ്യും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഗോള് സെറ്റ് ചെയ്യുന്ന പോലും ലോ ഓഫ് അട്രാക്ഷൻ ആണ്. കാരണം നിങ്ങൾ ആ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ആ ചിന്ത കൊടുക്കുന്നു. ആ ഗോള് വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വീണ്ടും 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 പതിയുന്നു. ഏത് ചിന്തയാണോ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും 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 പതിയുന്നത്, അത് അട്രാക്ട് ചെയ്യുന്നു, അത് സംഭവിക്കും. ഓക്കെ അല്ലേ? അതാണ് ബിലീഫ്, എക്സ്പെക്ടേഷൻ. അത് ആവർത്തിച്ച് വരുമ്പോ അത് ബിലീഫായിട്ട് മാറും, വിശ്വാസമായി മാറും. അതാണ്. അപ്പൊ ആക്ഷൻ എന്തായി മാറും?
ആക്ഷൻ ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾ നല്ല എനർജിയിൽ ആക്ഷൻ എടുക്കുന്നതും എനർജി കുറഞ്ഞ സമയത്ത് ആക്ഷൻ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ക്ലിയർ അല്ലേ? നല്ല ഹൈ എനർജിയിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതും ലോ എനർജിയിൽ ഒരു ആക്ഷൻ എടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഹൈ എനർജി ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് പറയാ അല്ലെ? ആ ആക്ഷൻ ഒരു പ്രത്യേക ഒരു സുഖം ഉണ്ടാവും, വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടാവും, ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു ചുറുചുറുക്കുണ്ടാവും അല്ലേ? സോറി. അപ്പൊ ഇതുവരെ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എടുത്ത ആക്ഷൻ പോലെയല്ല ഇത് മനസ്സിലാക്കി നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് ആ ഹൈ എനർജി വരും. നമ്മുടെ ഉള്ളിൽ മുഴുവനും പോസിറ്റീവ് നിറച്ചിരിക്കുകയാണ് അല്ലേ? പോസിറ്റീവ് നിറച്ച് വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നു. ആ സുഖവും സന്തോഷവും സമാധാനവും ഉള്ളിൽ ഫീൽ ചെയ്യുന്നു. പരിഭവങ്ങൾ പറയാത്ത, പരാതികളില്ലാത്ത, എല്ലായ്പ്പോഴും ആ സന്തോഷം മാത്രം, സമാധാനം മാത്രം. ഭാവിയെ കുറിച്ച് ചിന്തിക്കണ്ടെന്നല്ല. കുറച്ച് ആശങ്കയൊക്കെ ചിലപ്പോൾ വരും, അത് വേറെ വിഷയം. തീരെ വരില്ല എന്നൊന്നും പറയാം, ഇടയ്ക്ക് വരും. പക്ഷെ വന്നാൽ പോലും അതിന് മനസ്സിലാക്കി അല്ലെ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വന്നാലും യഥാർത്ഥത്തിൽ ഞാൻ ഈ നിമിഷം സന്തോഷിക്കുകയാണ് വേണ്ടത്. അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കുറേ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സെറ്റ് ചെയ്തിട്ട് അതെല്ലാം നേടിയാൽ എൻ്റെ ലൈഫ് വല്ലാത്ത സന്തോഷം ഉണ്ടാകുമെന്ന കുറെ ആൾക്കാർ പറയാം. എങ്ങനെ, എപ്പോഴാണ് ലൈഫിൽ സന്തോഷം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? പറയൂ, ടൈപ്പ് ചെയ്യും. എപ്പോഴാണ് ലൈഫിൽ സന്തോഷം ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയാ? ഈ നിമിഷം എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയണം. ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ എന്നല്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല എന്നൊരു മെസ്സേജ് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ? ആഗ്രഹങ്ങൾ നടന്നാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കാൻ, ഈ ജന്മത്തിൽ സന്തോഷിക്കാൻ പോകുന്നില്ല. കാരണം ആ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹങ്ങൾ വീണ്ടും വരും. അപ്പോഴും പറയുന്നത് അതും കൂടെ നടന്നാൽ സന്തോഷം ഉണ്ടാകും. അപ്പൊ അത് നടന്നാലോ വീണ്ടും അടുത്ത ആഗ്രഹങ്ങൾ വരും. അപ്പൊ അതും കൂടെ കിട്ടിയാൽ സന്തോഷം ഉണ്ടാകും. അവസാനം കുഴിയിൽ വെക്കുന്നത് വരെ ഈ ഒരു യാത്ര തുടരും അല്ലേ? യെസ് ഓർ നോ? ഇതാണ് സത്യം. ആദ്യം സന്തോഷിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്താണ്? ഈ നിമിഷം സന്തോഷിക്കുക എന്നുള്ളത്. അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ എല്ലാവരും മുല്ലപ്പെരിയാറാണ് അട്രാക്ട് ചെയ്യുന്നത്. ആരും മുല്ലപ്പെരിയാർ അട്രാക്ട് ചെയ്യാൻ കൂടെ പറഞ്ഞത്? ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിലൊരു മുല്ലപ്പെരിയാറുമില്ല. എന്റെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ, EFT ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഞാൻ നിങ്ങളെല്ലാവരും കൊണ്ട് ലോകം ചുറ്റാൻ പോകും. എന്റെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ ഞാൻ ലോകം മൊത്തം ചുറ്റാൻ പോവാണ്. വേൾഡ് ടൂർ നടത്താൻ പോവാണ്. അതാണ് എന്റെ മനസ്സിലുള്ളത്. ലോകം മുഴുവനും എന്താണ് നമ്മളെ മെസ്സേജ് എത്തിക്കണം, നന്മ എത്തിക്കണം, സന്തോഷം എത്തിക്കണം. മുല്ലപ്പെരിയാർ ആലോചിക്കുന്നവർക്ക് വേണം ആലോചിച്ചിരുന്നോളി. അവരുടെ ഒപ്പം പോരാൻ പറ്റൂല, ഉറപ്പായിട്ട് പോരാൻ പറ്റൂല. ഞാൻ ഉത്തരവാദിയല്ലേ? നിങ്ങൾ അതുമായിട്ട് പോണ്ടി വരും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് നിങ്ങളും അട്രാക്ട് ചെയ്യണമെന്ന്. ക്ലിയർ അല്ലേ? ഞാൻ ആവശ്യമില്ല. ഞാൻ ന്യൂസ് കണ്ടിട്ട് എന്റെ കാലം എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല അല്ലേ? ഈ ഒരു സാധനം ഞാൻ നോക്കാറില്ല. ഇപ്പം സംഭവങ്ങൾ അറിയും. ഇപ്പൊ വയനാട് സംഭവം അറിഞ്ഞിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിയണേ. നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യും. ഇതന്നെ സ്ക്രോൾ ചെയ്ത് കാണാം. ഹെൽപ്പ് ചെയ്യണേ ഹെൽപ്പ് ചെയ്യാ, ദാറ്റ്സ് ഓൾ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാ, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് എന്തിനാ പോകേണ്ട കാര്യം? ഒരു കാര്യമില്ല. അത് നമ്മളെ എനർജി എന്ത് ചെയ്യും? ഡൗൺ ആക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, വീട്ടിലെ പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇതാണ്, പ്രശ്നത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ഞാനൊക്കെ ചെയ്ത കാര്യമാണ്. വിഷയം മാറ്റി പോയിട്ട് സംസാരം, എന്തെങ്കിലും പോസിറ്റീവായുള്ള കാര്യം.
പഴയകാല ഓർമ്മകളോ എന്തെങ്കിലും നല്ല കാര്യം ചർച്ചയ്ക്ക് ഇടാം. കുറെ ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ ചർച്ച വഴി മാറിപ്പോവും അല്ലെ. അവസാനം നമ്മൾ നേരത്തെ എന്തേ പറഞ്ഞിരുന്നത്, മുല്ലപ്പെരിയാർ അതൊന്നുമില്ല, അതൊക്കെ പോയി, അതൊക്കെ മറന്നുപോയി അല്ലെ. ഞാൻ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ. കാരണം അവിടെ നമുക്ക് മൈൻഡിന് എന്താണോ നമ്മൾ കൊടുക്കുന്നത്, എന്താണോ കൊടുക്കുന്നത് അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് നോക്കേണ്ട ആൾക്കാർ നോക്കിക്കോളൂന്നേ, നമ്മൾ കാര്യമില്ല. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അതിന് എനർജി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ ആ പ്രാർത്ഥന മനസ്സ് എല്ലാവർക്കും നന്മയും എല്ലാവർക്കും സൽബുദ്ധി തോന്നാനും എല്ലാവർക്കും എന്താണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ ഉത്തരവാദികളായ ആളുകൾക്കൊക്കെ അതിനുള്ള ഒരു പ്രാർത്ഥനയും എനർജി നമ്മൾ കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളായിട്ട് ഇനി കൊണ്ടുവരാൻ ശ്രമിക്കൊന്നും വേണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊക്കെ അത് അറിയാം. അവരത് ചെയ്യാൻ എനർജി നിങ്ങൾ കൊടുക്കുന്നേ. കുറ്റം പറയൽ നിർത്തുക. ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യാ, എല്ലാവർക്കും അതിന് സാധ്യമാണ്, നമ്മൾ സേഫ് ആണ്, നമ്മൾ മലയാളികൾ സേഫ് ആണ് എന്നുള്ള കാര്യം അതാണ്. ക്ലിയർല്ലേ? നമ്മൾ സേഫ് ആണ്, എല്ലാവരും നമ്മളെ നാട് സേഫ് ആണ്, നമ്മൾ വിഷ്വൽ അതെ നമ്മൾ വിഷ്വൽ ചെയ്യാം, നമ്മൾ ഗവൺമെന്റ് ഓക്കെയാണ്. ഗവൺമെന്റിനെയും സർക്കാർ ഏത് പാർട്ടി ഒന്നും നോക്കണ്ട അല്ലെ. ഏത് പാർട്ടികളൊക്കെ മനുഷ്യന്മാരാണ് അല്ലെ. എന്ത് സംഭവിച്ച മനുഷ്യന്മാരാണ്, ആർക്കും ഒരു പാർട്ടി ഉണ്ടാവില്ല സംഭവിച്ചല്ലേ. അപ്പൊ എല്ലാവരും സേഫ് ആണ്, എല്ലാവരും സേഫ് ആണ്. ഭരണാധികാരികൾ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട അഫർമേഷൻ. നമ്മൾ ഗവൺമെന്റ് സേഫ് ആണ്, ഉത്തരവാദിത്ത ബോധമുള്ള ആൾക്കാരാണ്. കുറ്റം പറയുന്ന ആളുകളെ കൂടെ നമ്മൾ ചേരാതിരിക്കുക. ഒരിക്കലും അത് നമ്മളുടെ എനർജിയും അവരുടെ എല്ലാവരും എനർജി നശിപ്പിക്കുക ചെയ്യും അല്ലെ. പ്രതിഷേധിക്കാൻ പ്രതികരിക്കാനും പോകണ്ട. എല്ലാവർക്കും പോസിറ്റീവ് എനർജി നമ്മുടെ സംസാരം കൊണ്ടും ചിന്ത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അല്ലെ. ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അതാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് സമർപ്പിക്കുക. അപ്പോ എപ്പോഴും ആ നല്ലത് വരുന്നുണ്ട്. ലോ ഓഫ് എക്സ്പെക്ടേഷൻ അല്ലെ, നല്ലത് വരുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ. ചുരുക്കി പറയാൻ 3 അക്ഷരങ്ങൾ ഞാൻ പറയാം കേട്ടോ, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട്. എ എന്താണ്? ആസ്ക് ആണ്. ബി ബിലീവ്. ആർ റിസീവ്. അതാണ് ABR. എന്തൊക്കെ ഞാൻ പറഞ്ഞത് ഇതിന്റെ മുന്നേ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ മനസ്സിൽ പതിയാൻ വേണ്ടി ഞാൻ പറയാണ്. ABR. ആരെങ്കിലും ടൈപ്പ് ചെയ്യൂ. ABR എന്താണ്? ABR. A എന്നാൽ ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ആസ്ക്. A മീൻസ് ആസ്ക്. B ബിലീവ്. ആർ റിസീവ്. ഈ 3 കാര്യങ്ങൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിൽ കൊണ്ടുവന്നാണ്. ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. വേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്താ വേണ്ടത് ചോദിക്കുക എന്ന് പറഞ്ഞത്? ചോദിക്കാൻ എപ്പോഴും തരൂ 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 എന്ന് പറയലല്ല. അതാണ് എപ്പോഴും തരൂ 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 എന്ന് പറയല മാത്രല്ലേ. അത് നമ്മൾ ചോദിക്കാം, പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇല്ലല്ലേ? നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ചോദ്യമാണ്. ക്ലിയർ അല്ല? എനിക്കൊരു കാറ് വേണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചോദ്യമാണ്, അത് ആസ്കാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് ആസ്ക് കേട്ടോ. എങ്ങനെ? നിങ്ങൾക്ക് കാറ് എന്ന് പറയുന്നതിന് പകരം വൈറ്റ് ഓഡി Q5 2018 മോഡൽ കണ്ടോ. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. 2018 മോഡൽ വൈറ്റ് അല്ലെങ്കിൽ 2022 മോഡൽ വൈറ്റ് ഓഡി Q5 കാറാണ്. അത് കൊടുത്തു. ക്ലാരിറ്റി മനസ്സിലായോ? റേഞ്ച് റോവർ. ഓക്കെ, വെരി ഗുഡ്. കൊടുത്തോ? കുറെ കൊടുക്കാൻ തന്നെ ധൈര്യം. ഇതൊക്കെ കൊടുത്തിട്ട് നടക്കുവോ? ഡൗട്ടാണ്. ഡൗട്ട് വന്നാലും കൊടുക്കുക. ആത്മാർത്ഥ ആഗ്രഹമുള്ളായിരിക്കണം. ഞാൻ വൈറ്റ് ഓടി പറഞ്ഞോണ്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല.
നിങ്ങൾക്ക് എന്താണ് ആത്മാർത്ഥ ആഗ്രഹമുള്ളത്? ക്ലാരിറ്റി വരുത്തി. BMW റേഞ്ച് റോവർ, അതിന്റെ ഒരു പിക്ചർ എടുത്ത് വെക്കുക അല്ലെ? വിഷൻ ബോർഡ് കേട്ടിട്ടില്ലേ? പിക്ചർ, ചിത്രം മൊബൈലിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റൂമിൽ വെക്കുക. അതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യാം, അതെന്നെ വീണ്ടും 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 മനസ്സിൽ കാണുക. വീണ്ടും 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 അത് തന്നെ കാണുക. ക്ലിയർലി മനസ്സിൽ. അതാണ് ആസ്ക്. ഇത് കുറെ കാണുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിച്ച് തുടങ്ങും. അതാണ് ബിലീവ് കേട്ടോ. എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കുക? ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? ഇപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കൂല അല്ലെ? ഞാൻ ഇപ്പൊ രാത്രിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലും അല്ലെ? നേരം പുലരാത്ത ഏരിയ ഉണ്ടാവും ഒരു പക്ഷേ. അങ്ങനത്തെ ആളുകൾ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അപ്പോ നിങ്ങൾ ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ആദ്യം. പക്ഷെ ഞാൻ കുറെ പ്രാവശ്യം രാത്രിയാണ്, ഞാനല്ലേ പറഞ്ഞത് രാത്രിയാണ്, കുറെ പ്രാവശ്യം പറയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളൊന്ന് പുറത്തോട്ട് നോക്കും. കറക്റ്റ് അല്ല? ശരിക്കും പണ്ട് ഏതൊരു ഫിലിമിൽ ഡയലോഗ് ചോദിച്ച പോലെ, ശരിക്കും എനിക്കാണോ പിരാന്ത് അവനാണോ പിരാന്ത് ചോദിച്ച പോലെ അല്ലെ? ഒരു സംശയം വരും, എനിക്കാണോ ഭ്രാന്ത് അവനാണോ ഭ്രാന്ത്, ഡൗട്ട് വരും ഇല്ലേ? എനിക്കാണോ സംശയം? ആടിനെ പട്ടിയൊക്കെ കഥ എല്ലാവർക്കും അറിയില്ലേ ഇല്ലേ? ആടിനെ പട്ടിയൊക്കെ കഥ, അതൊക്കെ ലോ ഓഫ് അട്രാക്ഷന്റെ എക്സാമ്പിൾ ആട്ടോ. ഈ മനസ്സിലെ ഇമേജിന്റെ അല്ലെ? നാട്ടിലെ പ്രമാണിയുടെ, പഴയ കാലത്തെ പ്രമാണിമാർക്ക് എന്തുണ്ട്, വലിയ ആന, എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ പഴയകാല പ്രമാണികളെ വല്ല മുഴുത്ത ആട്. അപ്പോ നാട്ടിലെ കള്ളന്മാര് ഇതിനെ തട്ടിയെടുക്കുക, ധൈര്യമില്ല. അപ്പൊ പറ്റിച്ചുകൊണ്ട് അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയാമായിരുന്നു അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച കള്ളന്മാര് തീരുമാനിച്ചു, നമുക്ക് 4 ആൾക്കാര് 4 സ്ഥലങ്ങളിൽ നിൽക്കാൻ വഴിയില്. ക്ലിയറല്ലേ? എന്നിട്ട് എന്ത് പറയാ, നിങ്ങൾ എന്താ ഈ പട്ടിണിയായിട്ട് പോകുന്നത്? ആദ്യ ആള് പറഞ്ഞു, നിങ്ങളുടെ ഈ പട്ടിയായിട്ട് എങ്ങോട്ട് പോകും? ഇയാളെന്താ ഈ പട്ടി ഇത് ആടല്ലേ നോക്കി, അല്ല അത് മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ ആളുമ്പോ നിങ്ങൾ എന്താ പട്ടിയായിട്ട് പോകും? ഇയാൾക്ക് എല്ലാവരും പട്ടി അറിയുന്നത്. മൂന്നാമത്തെ പറഞ്ഞത് ഇയാൾക്ക് കാര്യമായുള്ള സംശയം ഉണ്ടായി അല്ലെ? ശരിക്കും അല്ലെ ഞാനാണോ അല്ലെ പട്ടി? ഒന്നും മനസ്സിലാവാത്തത് എനിക്കാണോ ബുദ്ധിയില്ല? എനിക്കൊക്കെ എന്ത് കാഴ്ചക്ക് കുറവുണ്ടോ അല്ലെ? ഇത് ആടന്നെയാണോ അതോ പട്ടിയാണോ? സംശയം ബലപ്പെട്ടു എന്നുള്ളതാണ്. നാലാമത്തെ ആള് പറഞ്ഞത് ഉപയോഗിച്ചു, ഇത് പട്ടി തന്നെയാണെന്ന് വിശ്വസിച്ച് ആ ആടിനെ അവിടെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ്. ഇത് കഥയാണെങ്കിലും അങ്ങനെയാണ് കള്ളന്മാര് തട്ടിയെടുക്കുന്നത്. ഇത് കഥയാണെങ്കിലും ഇത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമ്മളെ പലപ്പോഴും പട്ടിയാക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ പട്ടിയായ ഉദാഹരണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോളൂ. ഞാൻ പാപമാണ്, നിങ്ങൾ പട്ടിയാക്കപ്പെട്ട ഉദാഹരണമാണ്. ഞാൻ പാപമാണ് തോന്നിയിട്ടുണ്ടോ? ഞാൻ ദാരിദ്ര്യം പിടിച്ച ആളാണ്, ഞാൻ പാവമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ടേ ഇങ്ങനെയാണ്. നിങ്ങൾ പട്ടിയാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആടല്ല, നിങ്ങൾ പട്ടിയാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞത്. എനിക്ക് കഴിവുകളില്ല, വീണ്ടും പട്ടിയാക്കപ്പെട്ടിട്ടുണ്ട്. പട്ടി ഒരു ഉദാഹരണമാണേ, വേറെ എന്ത് ഉദാഹരണം എടുക്കാൻ പറ്റും അല്ലെ? പിന്നെന്താ പറയാ, എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല അല്ലെ? ഞാൻ എന്നും രോഗിയാണ്. നിങ്ങൾ വീണ്ടും പട്ടിയാക്കപ്പെട്ടു. നിങ്ങൾ ശരിക്കും പൂർണ്ണ ആരോഗ്യവാനാണ്. പക്ഷെ നിങ്ങൾ ആരോഗ്യം പറഞ്ഞു പറ്റിച്ച് നിങ്ങളെ രോഗിയാണ്. അത് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യവാനായി അല്ലെ? നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. പഠിക്കണം, ഏത് വിഷയം പഠിച്ചു മനസ്സിലായത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതേപോലെ എന്താക്കപ്പെട്ടിട്ടുണ്ട്, പ്രിന്റായി കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിച്ചെറിയാൻ തയ്യാറാവണം. 10-20 വർഷമൊക്കെ ഒരുപാടായിട്ട് ആവർത്തിച്ചത് 1-2 ദിവസം കൊണ്ട് മാറ്റാൻ കഴിയണമെന്നില്ല.
കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ, ഇല്ലേ സ്വർണം? 1 വർഷത്തിലേക്ക് അധികമായിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? ഇല്ലേ? അതിലേറെ നമ്മൾ ഫോളോ ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് കേട്ടാണ് മാറിയല്ലേ? ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് മാറ്റം ഇപ്പൊ വന്നിട്ടില്ലേ? ആദ്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് മാറ്റങ്ങൾ. എന്താണ് കാരണം? നമ്മളിത് കൊടുത്ത് മാറ്റം വരുത്തുക. എന്നാൽ ആ മാറ്റത്തിന് ഗതി വേഗം പോരാന്ന് തോന്നുന്നുണ്ടോ? കുറച്ചും കൂടെ സ്പീഡ് ആവണം തോന്നുന്നുണ്ടോ? മാറ്റത്തിന് സ്പീഡ് ആവണം തോന്നുന്നുണ്ടോ? അപ്പൊ ആസ്ക് ബിലീവ്. ആ സ്പീഡ് ആവണമെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് ആ വിശ്വാസം നമുക്ക് വരണം. ആ വിശ്വാസം വരണമെങ്കിൽ എന്ത് വേണം? കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവണം, അല്ലേ? അപ്പോഴാണ് ആ റിസീവ് എന്നുള്ള 3ാമത്തെ സ്റ്റേജ് വരും. എങ്ങനെയാണ് റിസീവ് എന്നാല്? അത് ലഭിച്ച ഒരു ഫീല് വരും. കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് വിശ്വാസം വരും. കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നിങ്ങളുടെ മുന്നിൽ അത് വരും, നിങ്ങൾക്ക് വിശ്വാസം വരുന്ന അവസ്ഥ ഉണ്ട് കേട്ടോ. എന്താ മാജിക് ആണോ, ഇതെന്താ മാന്ത്രികതയാണോ, കൂടോത്രാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത്രയും ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അത്തരം ആളുകൾ വിളിക്കും, അത്ര ആളുകൾ കണക്ട് ചെയ്യും, നമ്മളോട് സംസാരിക്കും. നമുക്ക് ഇതെല്ലാം ആകാശത്തുനിന്ന് പെട്ടെന്ന് മഴ പെയ്യും പോലെ പെയ്യുക എന്നല്ല അർത്ഥം. നമ്മൾ ചില വ്യക്തികളായിട്ട് കണക്ട് ആവും. പ്രതീക്ഷിക്കാത്ത ആളുകൾ കണക്ട് ആവും. പ്രതീക്ഷിക്കാത്ത വഴികൾ വരും. അപ്പൊ റിസീവർ മൈൻഡ് സെറ്റ് പറഞ്ഞാൽ എന്താണ്? സന്തോഷമുള്ള മനസ്സ് എന്നുള്ളതാണ് കേട്ടോ. എങ്ങനെ? ബി എന്നാൽ ബിലീവ്, വിശ്വാസം. എപ്പോഴാണ് വിശ്വാസം വരിക? കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവണം, അല്ലെ? ആവർത്തിച്ച് പറയുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വന്നു തുടങ്ങും കേട്ടോ. എങ്ങനെ? ആവർത്തിച്ച് നിങ്ങൾ പറയുമ്പോ പതിയെ വിശ്വാസം വന്നു തുടങ്ങും. ഒറ്റയടിക്ക് വരില്ലെങ്കിൽ പതിയെ വരും. നിങ്ങൾക്ക് ആ മാറ്റം ഉള്ളിൽ ഫീൽ ചെയ്ത് തുടങ്ങും. മാറ്റം ഇങ്ങനെ വരും തോറും നിങ്ങൾക്ക് വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ചെറിയ മാറ്റങ്ങൾ വരുമ്പോ ഇതുവരെ ഞാൻ വിചാരിച്ചത് നടക്കൂല എന്നാണ് ഇപ്പൊ തോന്നുന്നത്, നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത് മതി. ആദ്യം അത് മതി. സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ദാറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. അവിടെ അങ്ങനെ കേറി വരും കേട്ടോ. ആ സാധ്യത കുറച്ച് നമ്മൾ ഒരു ഉറപ്പ് വരും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കത് വേണമെന്ന് ആഗ്രഹിച്ചും ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകുന്നത് തോന്നുന്നു? മുന്നോട്ട് പോകും തോറും ഇതിന്റെ പ്രത്യേകത, മുന്നോട്ട് പോകും തോറും പല ബ്ലോക്കുകളും നമുക്ക് ഫീൽ ചെയ്യേണ്ടി വരും. സ്വാഭാവികമാണ്. കാരണം നമ്മുടെ പഴയകാല ചില ഓർമ്മകൾ അതിൽ നമ്മളെ പിന്നോട്ട് വലിക്കും. ചില പഴയകാല ചിന്തകളും ഓർമ്മകളും നമ്മളെ ബാക്കോട്ട് നയിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത്തരം മെമ്മറീസിന് നമ്മളെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കണം. അത്തരം വേദനാജനകമായുള്ള അനുഭവങ്ങളെ, ഓർമ്മകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. പറ്റുമോ? ഒരു ഫോർമാറ്റിംഗ്. അപ്പൊ സ്പീഡ് കൂടും. മനസ്സിലായില്ലേ? സ്പീഡ് കൂട്ടാൻ പറ്റിയ കാര്യമാണ്. അതിന് പറ്റിയ തെറാപ്പി നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. ആ തെറാപ്പി ചെയ്ത് നിങ്ങൾ ഉള്ളിൽ ക്ലിയർ ആക്കും. എന്താണ് ആ തെറാപ്പിയുടെ പേര്? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ ചെയ്ത തെറാപ്പിയാണ് EFT എന്ന് പറയുന്നത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബ്ലോക്കിനെ എടുത്ത് അതിനെ പൊട്ടിച്ചൊഴിവാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രീഡം ആദ്യം നേടണം. പല ആളുകൾ വിചാരിക്കുന്ന അറിയോ, കുറെ പോസിറ്റീവ് ചിന്തിച്ചാൽ പോരെ. പക്ഷെ പലതും നീണ്ടു പോകും. നിങ്ങൾ ഒരു സ്ഥലത്ത് റോഡ് പണി നടത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യണം എന്താ അറിയാം? നിങ്ങൾക്ക് പെട്ടെന്ന് ടാറും അതുപോലെ എന്താണ് കല്ലും മെറ്റലൊന്നും കൊണ്ട് ഇറക്കുകയല്ല ചെയ്യണത്, അല്ലെ? ആ സ്ഥലം നന്നായിട്ട് ക്ലീൻ ആക്കി ക്ലിയർ ആക്കി അവസാനം ഉണ്ടല്ലേ ഒരു എയർ അടിക്കുന്ന ഒരു മെഷീൻ വരൂലേ? നമ്മൾ പരിസരത്തെ വീട്ടിലൊക്കെ പറയും ജനലടിച്ചാളി വാതിലടിച്ചാളി പൊടി വരുമെന്ന് പറയാം. കണ്ടില്ലേ? റോഡ് പണി നടക്കുമ്പോ പൊടി വരുന്നു. ആ അവസാനത്തെ പൊടി പോലും അവിടുന്ന് ഒഴിവാക്കിയാൽ മാത്രമേ അവിടെ ടാറും ആ മെറ്റലും
ആ ഒരു സ്ഥലത്ത് സെറ്റ് ആകുള്ളൂ. അപ്പം ടാറിനേക്കാളും മെറ്റലിനേക്കാളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ പ്രതലമാണ് അല്ലെ. അവിടെ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ റോഡ് പൊളിയും. ഇതായിട്ട് സത്യം. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചില പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ച ചില അഴുക്കുകളുണ്ട്. ഈ അഴുക്കുകളെ നമ്മൾ ക്ലീൻ ആക്കണം. അതാണ് ഫ്രീഡം കൊണ്ടുവരിക. ഇമോഷണൽ ബ്ലോക്ക്, ചില മെമ്മറികൾ, അതിപ്പോഴും ആലോചിക്കാൻ നമുക്ക് ധൈര്യമില്ല. അത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഇല്ലാതാവുന്നില്ല. ഇരുട്ട് കൊണ്ട് ഒരിക്കലും ഓട്ടയടക്കാൻ പറ്റില്ല. ആ പ്രയാസം അവിടെയുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനൊഴിവാക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായുള്ള ഒരു തെറാപ്പിയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ക്ലിയർ ആണല്ലോ? അത് ചെയ്ത ആൾക്കറിയാം, വർഷങ്ങളായി മെഡിസിൻ കഴിച്ചിട്ട് മാറാത്തത് 12 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട്, അല്ലേ? സാർ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ അനുഭവസ്ഥർ നിരന്ന് നിൽക്കുന്നുണ്ട്. എത്രയോ ആളുകൾക്ക് മാറ്റം വരാനുള്ള കാരണം ഈ അഴുക്കിനെ ക്ലീൻ ചെയ്യുന്ന തെറാപ്പി നമ്മൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി കുറെ ആൾക്കാർ പേഴ്സണലി കണക്ട് ചെയ്യാറ്. അവിടെയൊക്കെ പറയുന്നത് എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസിൽ കണക്ട് ചെയ്യുക. നമ്മള് ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി കുറെ ആളുകളുണ്ട്, അവരായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. എന്ത് ചെയ്യാം, ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരോടും, നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആരോടും നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം സമയം കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആരെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സംസാരിക്കാനുണ്ടെങ്കിൽ, ചുരുക്കി എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡോ മറ്റോ അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ കുറഞ്ഞ സമയം ഉണ്ടാ. ഓക്കെ, പറഞ്ഞോളൂ. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. പറയുന്നുണ്ടോ? ബാച്ച് 3 സബിനയാണ്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഞാന് 3rd ബാച്ചിലെ സബിനയാണ്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വന്നതായിരുന്നു. ഞാന് റീലൊക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് ഒരു 2-3 വർഷത്തോളായി. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ അവിടെ എത്തിയതായിട്ട് വിഷ്വൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് അതിലേക്കുള്ള വഴികൾ ഓരോന്നോരോന്നായി തുറന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാണ്. സാറും എല്ലാവരും ദുആ ചെയ്യണം. എല്ലാം സക്സസ് ആവും എന്നുള്ള EFT ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ മാത്രമാണ് പോകുന്നത്. ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ട് EFT മാത്രം വിശ്വസിച്ച് റീലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനും ഹസ്ബൻഡും 3 മക്കളുമാണ്. എല്ലാവരും ദുആ ചെയ്യണം. താങ്ക് യു സർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ്. ആരാ പറയുന്നേ? ചുരുക്കി പറയട്ടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് പൊതുവെ എല്ലാ കാര്യത്തിനും. സന്തോഷാണ്. പിന്നെ ചെറിയ ഡൗട്ടാണ്, ചോദിക്കട്ടെ? നമ്മൾ ചില വിമർശനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് അത് എടുക്കണമെന്നും അത് നമുക്ക് വളർച്ചയ്ക്ക് കാരണമാകും എന്നൊക്കെയാണല്ലോ പറയാറ്. അപ്പോ ഇത് നമ്മുടെ ആ ഒരു നിയമം, ഈ ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കിടക്കുന്നത്? ആ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അത് നോട്ട് ചെയ്യാം. കഴമ്പുണ്ടെങ്കിൽ അത് എടുക്കും. വിമർശനങ്ങൾ നല്ലതാണ്. അപ്പൊ എന്നെ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കും. കഴമ്പുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ തള്ളിക്കളയും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ചിലതിൽ കഴമ്പുണ്ടാവും, നമ്മുടെ ചില മിസ്റ്റേക്ക് ഉണ്ടാവും, കറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിലോ, വെറുതെ പറയുകയാണെങ്കിലോ, ലീവ് ഇറ്റ്. അത്രേ ഉള്ളൂ. പോരെ? ഓക്കെ, യെസ്. പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ എന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോ ഒരു ബ്ലോക്കിന്റെ ചെറിയൊരു ലക്ഷണം കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ നല്ല അഫർമേഷൻ ഒക്കെ കൊടുത്ത്
ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അമ്മ പൂർണ്ണ ആരോഗ്യവതിയാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാവരോടും വിഷ് ചെയ്യാൻ പറഞ്ഞു. എന്റെ മാമിനെ വിളിച്ച് ഷൗലത്ത് മാമിനെ വിളിച്ചു പറഞ്ഞു, ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു. ഇപ്പം പിന്നെ 4 മണിക്ക് ശേഷം ആൻജിയോഗ്രാം ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, 60% ഉള്ളൂ, മരുന്ന് കുടിച്ചിട്ട് മാറാനേ ഉള്ളൂ. അപ്പൊ അൽഹംദുലില്ലാ എല്ലാവരും വിഷയമായിട്ട് പ്രാർത്ഥിച്ചു. ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി വിളിച്ചതാണ് സാറിനെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, പൂർണ്ണമായുള്ള ആരോഗ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പറയട്ടോ. ഓക്കെ, ഹലോ സർ, ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, ഞാൻ ഈ പ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട് സർ, ഈ മാസം ഓഗസ്റ്റിൽ. എന്തായാലും ഞാൻ നല്ല മാറ്റം എനിക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. സാറിന്റെ ക്ലാസ് ഒക്കെ എനിക്ക് ഭയങ്കര ഉന്മേഷം തരുന്ന ക്ലാസ്സുകളാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു സാറെ. അൽഹംദുലില്ലാ, സാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു സാറെ. കൺഗ്രാറ്റുലേഷൻ. എന്തായാലും ജോയിൻ ചെയ്തല്ലോ, ആ, ബാക്കി ക്ലാസ്സിൽ കാണാം. ഇൻഷാ അല്ലാ. ജോയിൻ ചെയ്യാൻ വിചാരിക്കുന്ന ആളുകളൊക്കെ അധികം വൈകാതെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ആ സാറേ, ഓക്കെ. ശരി. പറയൂ. മൈമുന മാം അൺമ്യൂട്ട് ആയിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ ആ, ഹലോ സാർ, ഞാൻ ഷർഫുനിസ ആ, ഇടവണ്ണയിൽ നിന്ന് വിളിക്കുന്നു. ഒരു റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. ഒന്ന്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരുപാട് പഠിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനെ പറഞ്ഞു തന്നപ്പം വളരെ സന്തോഷം തോന്നി, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. രണ്ടാമത്തത്, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തു വന്നപ്പോഴാണ് അത് എങ്ങനെ എന്നുള്ളത് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കോഴ്സും കൂടെ 3rd ബാച്ചിൽ ചെയ്തപ്പോൾ വളരെ ഇഫക്റ്റീവായി വിഷ്വലൈസേഷൻ പ്രായോഗിക തലത്തിലേക്ക് വന്നു എന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി അറിയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, നൗഷാദ് ക. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എവിടെയാണ്? ഓക്കെ, പറയൂ. ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പല രീതിയിലും കേട്ടിട്ടുണ്ട്, എങ്കിലും EFT വന്നതിന് ശേഷമാണ് ഇത്ര ക്ലാരിറ്റിയോട് കൂടി അത് മനസ്സിൽ കയറിയത്. ഇപ്പോ പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഉദാഹരണം, ഒരു ഹോട്ടലിൽ കയറിയാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം തന്ന ആൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയും, താങ്ക്സ് പറയും. അത് EFT വന്നതിന് ശേഷമാണ് അത് അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഇപ്പം എല്ലാത്തിനും താങ്ക്സ് പറയും. എൻ്റെ പേരക്കുട്ടികൾ ഒരു സംഗതി എടുത്ത് തന്നാൽ പോലും ഞാൻ താങ്ക്സ് പറയും. അത് EFT വന്നതിന് ശേഷം കിട്ടിയ ഒരു തിരിച്ചറിവാണ്, അറിവല്ല, തിരിച്ചറിവ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ സാർ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു നൗഷാദ്, സന്തോഷം. ഓക്കെ, അപ്പോ എന്താ മൈമുനിത്ത, സമയം ഒരുപാടായി. അൺമ്യൂട്ട് പറ്റുന്നില്ലേ? പറ്റുന്നില്ല. പറ്റാതെ നിങ്ങൾക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ബാക്കി എല്ലാവർക്കും പറ്റുന്നു. നമ്മൾ അടുത്ത ദിവസം ആക്കാം അല്ലെ? അടുത്ത ദിവസം പറയാം, സമയം ഒരുപാടായിട്ട് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. ക്ലാസ് കേട്ട് ഗ്രാറ്റുവിറ്റി പറഞ്ഞ എല്ലാവരോടും ക്ലാസ്സുകൾ വീണ്ടും കേൾക്കാം, ആശയങ്ങൾ മനസ്സിൽ പതിയട്ടെ, ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ശുഭദിനം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല സൂപ്പർ ക്ലാസ്. താങ്ക് യു.